ജനറൽ സെക്രട്ടറി എം.എ. ബേബി തന്നെ കളത്തിലിറങ്ങി തിരുവനന്തപുരത്ത് ഇപ്പോൾ മണ്ണന്തല ഭാഗത്തൊക്കെയാണ് അദ്ദേഹം ഗൃഹസന്ദർശനവുമായി രാവിലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഗൃഹസന്ദർശന പരിപാടിയുമായി പോയപ്പോൾ ഇപ്പോൾ കുറേ ഭവനങ്ങളൊക്കെ സന്ദർശിച്ച് കാണുമല്ലോ. ജനങ്ങളിൽ നിന്നുണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് എന്താണ്? പാർട്ടി ഭവനങ്ങളിലൊക്കെ തന്നെയായിരിക്കും സന്ദർശിക്കുന്നത്, അതോ പൊതുവെ എല്ലായിടത്തുമൊക്കെയാണോ? പാർട്ടി വീടുകൾ മാത്രമല്ല, അനുഭാവികളുണ്ട്. സ്വതന്ത്രമായ നിലപാട്, പാർട്ടിക്ക് അനുകൂലമെന്ന് ഒരിക്കലും പറയാൻ കഴിയാത്ത നിലപാടുള്ള വീടുകളിലും ഇന്ന് പോയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് പിരിയുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഒന്നാമത്തെ കാര്യം, അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇത്തരത്തിൽ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം ഒരുമിച്ച് വരുന്നത് അവർ വളരെ കൗതുകത്തോടു കൂടിയാണ് നോക്കുന്നത്. വീടുകളിൽ പോയി അവിടെ താമസിക്കുന്നവർക്ക് പറയാനുള്ളത് കേൾക്കുന്നത് പാർട്ടിയുടെ ആദ്യത്തെ ഒരു പരിപാടിയല്ലിത്. എല്ലാ പ്രദേശത്തും പാർട്ടി സഖാക്കൾ ഇത്തരത്തിൽ വീടുകൾ സന്ദർശിക്കുകയും വീട്ടുകാർ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നിൽക്കുന്ന പ്രദേശത്ത് UDFൻ്റെ കയ്യിൽ നിന്ന് ഈ സീറ്റ് BJP പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. പണം ഇതിനകത്ത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലിയ തുക വിതരണം ചെയ്യപ്പെട്ടതായ വിവരം കിട്ടിയിട്ടുണ്ട്. അത് കൗതുകരമായൊരു കാര്യം, പുരുഷന്മാർക്ക് 2000-ഉം സ്ത്രീകൾക്ക് 1000-ഉം വെച്ചാണ്. അപ്പോൾ RSSനെല്ലാം സ്ത്രീവിരുദ്ധമായിട്ടൊരു സ്ഥിതിയുണ്ട്, മനോഭാവം ഉണ്ടെന്നുള്ളത് ഇവിടെ തെളിയുന്നുണ്ട്. പുരുഷന്മാർക്ക് കൊടുക്കുന്നതിൻ്റെ പകുതിയെ കൈക്കൂലിയായിട്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്നുള്ളൂ. UDFും ഇതുപോലെ പണം വിനിയോഗിച്ചുകൊണ്ടാണ് വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവർ പരസ്പരം തോൽപ്പിച്ച ഇടങ്ങളുമുണ്ട്, അവർ പരസ്പരം ജയിപ്പിച്ച ഇടങ്ങളുമുണ്ട്, BJPയും UDFും. അതിവിടെ കണ്ടു. കൊല്ലത്ത് ഇന്നലെ പോയപ്പം വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു. പിന്നെ തരംതാണ പ്രചരണമാണ്, സഖാക്കളെല്ലാം കള്ളന്മാരാണ് എന്ന് ഉള്ള പാരഡി ഗാനം. അത് പാരഡിയാണെന്ന് പറഞ്ഞിട്ട് അതിനെ നമുക്ക് കുറ്റവിമുക്തമാക്കാൻ കഴിയില്ല. അതൊരു കുറ്റമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നടപടിയൊന്നും എടുക്കാൻ പോകുന്നില്ല. പക്ഷേ കനകവലുവിനെ പോലുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രത്യേക അവതരണ രീതിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIMൻ്റെ നേതാക്കന്മാരെ, പാർട്ടിയെ ഒക്കെ കള്ളന്മാരും കുഴപ്പക്കാരുമാണെന്നുള്ള തരത്തിൽ ചിത്രീകരിക്കുക. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ LDFൻ്റെ നേതൃത്വത്തിൽ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്ന ഭരണം കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ്. പിന്നെ ഉത്തരേന്ത്യയിലേക്കുള്ള എൻ്റെ ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ കേരളത്തിലേക്ക് വരികയാണ്. സമാധാനത്തോടുകൂടി മനുഷ്യർ ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലം കേരളം മാത്രമാണ്. ഇപ്പോൾ വർഗീയ ലഹളകളിലൂടെ നടന്നിട്ടില്ല. പവർ കട്ട് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്, കേരളത്തിൽ പവർ കട്ടില്ല. അപ്പോൾ ഇങ്ങനെല്ലാമുള്ള യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ ചർച്ചയ്ക്ക് വരാത്ത വിധം സത്യാനന്തര കാലത്തിന് അനുയോജ്യമായ തരത്തിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ LDFനും എതിരായിട്ടുള്ള ചില നേട്ടങ്ങൾ UDFും BJPയും പലയിടത്തും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് 2 ദിവസം വീടുകളിൽ പോയി സംസാരിക്കുമ്പോൾ ഇത് ജനങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് യാതൊരു സംശയമില്ല, വസ്തുതകൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ചില പോരായ്മകളോ പിഴവുകളോ കുറവുകളോ തെറ്റുകളോ ഞങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് തിരുത്താനും ഞങ്ങൾ തയ്യാറാകുന്നതോടുകൂടി ജനങ്ങളുടെ വിശ്വാസം വീണ്ടും നേടിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ തിരുത്തൽ വരുത്താനായി ഇറങ്ങി ചെല്ലുമ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ, വിരലെണ്ണാവുന്ന ദിവസം മാത്രം. മറുഭാഗത്ത് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞ വിസ്മയങ്ങൾ ഇനിയും കേരള രാഷ്ട്രീയം കാണാനിരിക്കുന്നു എന്നാണ്. എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ തിരുത്തലുകൾ വരുത്താൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതിനകത്തൊരു പ്രശ്നമില്ല. കാരണം ഞങ്ങൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ തിരുത്തേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ തിരുത്തലെന്ന് പറയുന്ന ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് സമയം ഞങ്ങൾക്ക് വിനിയോഗിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. എങ്ങനെയാണ് ഒരു 3-ാം ടൈം വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ 10 വർഷക്കാലം LDF ഗവൺമെൻറ് എന്തൊക്കെയാണ് കേരളത്തിൽ ചെയ്തിട്ടുള്ളത്, എത്രയൊക്കെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി. വിസ്മയം എന്നുള്ള വാക്ക് ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നു, പ്രതിപക്ഷ നേതാവ്. പക്ഷേ വിസ്മയകരമായിട്ടുള്ളത് കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളായിരുന്നു. വിസ്മയത്തിലൊന്നും നിങ്ങൾ അങ്ങനെ ഞെട്ടുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയവും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയവും വെച്ച് മനപ്പായസം ഉണ്ണുകയാണ്. വിസ്മയം എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ശ്രീ VD സതീശന് തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് തുടരാൻ കഴിയുമോ, അതോ കോൺഗ്രസിൽ നിന്ന് മറ്റാരെങ്കിലും ആണോ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് പ്രതിപക്ഷ നേതാവായിട്ട് വരാൻ പോകുന്നത്? അതാണ് കേരളം കാത്തിരിക്കുന്ന വിസ്മയം.
പ്രതിപക്ഷ നേതാവിൻ്റെ വിസ്മയം എന്ന് പറയുന്നത് വെറും ഒരു മനപ്പായസമാണ് എന്ന് എഴുതി തള്ളുകയാണ് CPM. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളതെങ്കിൽ കൂടിയും തിരുത്താനായി വളരെ കുറച്ച് പാഠങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് CPM ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നത്. അതുകൊണ്ട് മൂന്നാം തുടർഭരണം ആവർത്തിക്കുകയാണ്. അത്രയേറെ ആത്മവിശ്വാസത്തിലാണ് CPM ജനറൽ സെക്രട്ടറി തന്നെ. സുരേഷിനൊപ്പം അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്.